ദ്വീപിലേക്ക് ഇറങ്ങിത്തന്നു. വചനത്തിൽ കാണുന്നത് ചൂട് പൗലോസിന് പോരാ എന്ന് തോന്നിയിട്ട് അവിടെ കുറെ വിറക് വെറുക്ക് തീടകത്തേക്ക് ഇട്ടു. സ്തോത്രം. വചനത്തിൽ കാണുന്നു ആ വിറകിൽ നിന്ന് ഒരണലി പുറപ്പെട്ട് പൗലോസിന്റെ കൈക്ക് പറ്റി. സ്തോത്രം. വചനത്തിൽ കാണുന്നു അവർ എന്ത് ചെയ്തു? ആ ജന്തുവിനെ സ്തോത്രം, ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു. സ്തോത്രം. അവിടെ നാം വായിക്കുന്നതായ സമയത്ത് ആ ഭാഗത്തുണ്ട്, രക്ഷപ്പെട്ടിട്ടും നീതി ദേവി ഇവനെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. സ്തോത്രം. അവിടുത്തുകാരുടെ കാഴ്ചപ്പാടിൽ അതൊരു ദേവിയാണ്. എന്നാൽ പൗലോസ് പറയുകയാണ് അതൊരു ജന്തുവാണ്. അവൻ അത് ദേവി എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നു ദേവിയാ, പക്ഷേ എനിക്കിതൊരു ജന്തുവാണ്. 19-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് ഇതിന്റെ മറ്റൊരു പതിപ്പ് ഒരു സ്ഥലത്ത് കാണുന്നുണ്ട്. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫേസ്യ പുരുഷന്മാരെ, എഫെസോസ് പട്ടണം ആർത്തമിസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപലക എന്ന് അറിയാത്ത മനുഷ്യൻ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്തോത്രം. ആ ദേശത്തെ പരിപാലിക്കുന്ന പാലക ഏതാ? വീണ. വീണ ബിംബം. വീണ കിടക്കുന്ന ഒരാൾ ആ ദേശത്തെ പാലിക്കുന്ന, അത്രേ ഉള്ളൂ. അത് മനസ്സിലായല്ലോ കാര്യം. സ്തോത്രം. വീണ കിടക്കുന്ന ഒരാൾക്ക് വേറെ ഇടത്തിൽ എഴുന്നേൽപ്പിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. എന്നാൽ എഫേസോസിൽ പാർക്കുന്ന ജനത്തെ സ്തോത്രം പാലിക്കുന്ന ഒരാള് വീണത. എങ്ങനെ വീണെന്ന് ചോദിച്ചാൽ ദൈവം വെട്ടി വീണതാണ്. ദൈവത്തിന്റെ വെട്ടേറ്റ് വീണതാണ്. ദൈവം തന്നെ വാളിനാൽ വെട്ടിയതാണത്. ദൈവം വെട്ടിയതാണേ. ദൈവം നീ പേടിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ അധികാരമുള്ളതാണ്. ദൈവം വെട്ടിയവനെ നീ പേടിക്കേണ്ടതാണ്. പിശാചിന് വെട്ടുകൊണ്ട ചരിത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും പിശാച് നിനക്ക് പറയാനില്ല. അല്ലാതെ ഈ പ്രാർത്ഥനയിൽ ദൈവം തന്നെ വെട്ടുകയാണ്. ഈ മാസത്തിൽ ദൈവം തന്നെ വെട്ടുകയാണ്. ദൈവശക്തിയുടെ വ്യാപാരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചന്തുവിനെ തീരക്ക് കുടഞ്ഞു, കുടഞ്ഞു കളഞ്ഞു. ഇന്ന് കാലം കുടഞ്ഞു കളയുവോ, അതിനെ കുടഞ്ഞു കളയുവോ, നിന്റെ കയ്യിൽ പറ്റിയതിനെ കുടയുവോ, നീ
വരുന്നത് പോലെ ഹല്ലേലൂയ ലിവർപൂളിൽ നിന്ന് തന്നെ ഒരു 5 ശാഖ ദൈവം പുറപ്പെടുവിപ്പാൻ പോകുകയാണ്. ഹല്ലേലൂയ ഒറ്റ വർഷത്തിൽ നിന്ന് ഹല്ലേലൂയ 5 ശാഖകൾ കിടന്നു വരുന്നത് പോലെ 5 ശാഖ പുറപ്പെട്ടു വരുന്നത് പോലെ 5 സ്ഥലങ്ങളിലേക്ക് 5 ദിശയിലേക്ക് ഹല്ലേലൂയ ദൈവം ഇതിനെ പരത്തുവാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ളതാണ്. ഈ ശാഖിലെ കെട്ടുകളെ അടിക്കുകയാണ്. ഇത് വളർച്ചയുടെ സമയമാണ്. ഇത് കൊയ്ത്തിന്റെ സമയമാണ്. നങ്കൂരങ്ങളാൽ ദൈവത്തിനെ ഉറപ്പിക്കുവാൻ പോകുകയാണ്. തകരുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവം നിന്നെ നങ്കൂരങ്ങളാൽ ഉറപ്പിക്കുക. രാത്രിയിലെ 4-ാം യാമം അത് ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് കാലം എന്നെ അറിയിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഒരു 4-ാം യാമം ഉണ്ടായി. നിന്റെ പഠനത്തിലും നിന്റെ ഭാവിയിലും നിന്റെ ഭൗതികമായ മണ്ഡലങ്ങളിലൊക്കെ ഒരു 4-ാം യാമം ഉണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് മിനിറ്റ് ദൈവം പ്രവർത്തിപ്പാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഉടനെ ഹത്തരാലിയ റംബ്രവനം ഹേഗുദൽ ഘടകമനദൂകന്ദർ ഗമനേദന സെരേദുൽ ഘടകമനരി കൽക്കാനസരേരി രഘുനാദിമിയൽ ഘനമദൂന വൈഡവനം ഹന്തൽ ഗമനെ ഉടകാലകസ്. കാറ്റിനെ ഭയന്ന ശിഷ്യന്മാരെ നിലവിളിക്കുമ്പോൾ, തിരമാലകളെ കോപത്തെ കണ്ടവർ നിലവിളിക്കുമ്പോൾ, അവർ ഭയപ്പെട്ടതായ കടലിന്റെ മേൽ യേശു നടന്നു വരികയാണ്. അവർ ഭയക്കുന്നതായ കടലിന്റെ മേൽ യേശു നടന്നു വന്നു. അവർ പേടിച്ച കാറ്റിനെ യേശു ചവിട്ടി അവരുടെ അരികിലേക്ക് വന്നു. നീ പേടിക്കുന്ന, നിന്നെ പേടിപ്പിക്കുന്ന വിഷയം യേശു അതിനെ ചവിട്ടിയിരിക്കുന്നു. കർത്താവിന്റെ കാൽക്കല അവിഷയം സ്വർഗം കാൽക്കീലാക്കിയിരിക്കുകയാണ്. യേശു അതിനെ ചവിട്ടിയിരിക്കുകയാണ്. ദൈവത്തിനോട് അറിയിച്ചത്
സംഭവിക്കുമെന്ന് പൗലോസ് പറയുവാനിടയാണ്. അവരെല്ലാവരും രക്ഷപ്പെടുവാനിടയാണ്. അവരെല്ലാവരും രക്ഷപ്പെടുവാനിടയാണ്. കപ്പലിന് വ്യത്യാസം വന്നു. വന്ന കപ്പൽ തകർന്നു. എന്നാൽ വേറെ ഒരു കപ്പൽ ആ ദ്വീപിന്റെ അടുത്ത് ദൈവം അവർക്ക് വേണ്ടി കരുതി. വ്യത്യാസം ദൈവം വരുത്തുകയാണ്. അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പൽ ആ ദ്വീപിന്റെ മറ്റൊരു ഭാഗത്ത് ദൈവം അവർക്ക് വേണ്ടി കരുതി. അവർ കടലിൽ എറിഞ്ഞു കളഞ്ഞതെല്ലാം അവർക്ക് ആ കരയിൽ കിട്ടി. അവർ കപ്പൽ കയറുന്ന സമയത്ത് വേണ്ടുന്നതൊക്കെയും അവർക്ക് ലഭിപ്പാനിടയായി. നീ വന്നെത്തിയ ഈ കര നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ മാറുവാൻ പോകുകയാണ്. നീ കടന്നു വന്ന ഈ തുറമുഖം നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ പരിഹരിപ്പാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിലെ ശൂന്യത തകർന്നു മാറും. നിന്റെ പിതൃഭവനത്തിനകത്ത് ചില വിഷയങ്ങളെ ദൈവാത്മ പരിഹരിക്കും. നിന്റെ ബാല്യകാലം മുതൽ നിന്റെ പഠന സമയം മുതൽ നിന്റെ പഠനത്തിന്റെ ഓരോ വഴികളിലും നിന്നെ തകർത്ത് കളയേണ്ടതിനായി കെണിവച്ച കെണികളെ ഞാൻ പിഴുതു തകർക്കും. ഹാമാൻ ശക്തമായി എഴുന്നേറ്റു. ഹാമാൻ ശക്തമായി എഴുന്നേറ്റു. മൊർദെഖായിയെ മാത്രമല്ല അവന്റെ കുലത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നു. 2011 ആരംഭങ്ങളിൽ നിന്റെ പിതൃഭവനത്തിൽ ശുഭകരമായ ചില വിടുതലുകൾ വൈടകം പ്രവനാലകം 18 വർഷം മുമ്പ് ബന്ധിച്ച ചില വിഷയങ്ങൾ വ്യാധി പോലെ തകർത്ത ചില വിഷയങ്ങൾ ഹടകരഹന്തരാദി അനഗമന ഉടകമന നികൽക്കരതേരി അഴിഞ്ഞു മാറിയാലും വീണ്ടും ഒന്ന് പോരാടുന്ന ചില വിഷയങ്ങൾ ഭവനത്തെ ഉയർത്താതെ വണ്ണം സാധ്യതകളുണ്ടെങ്കിലും വഴികളുണ്ടെങ്കിലും അതെല്ലാം അടച്ചു കളഞ്ഞ ചില വിഷയം ദൈവം നീക്കുപോക്ക് വെളിപ്പെടുത്താൻ പോകുകയാണ്. ആ ദേശത്തിന്റെ നടുവിൽ നിന്റെ കുടുംബത്തിന്റെ മുഖത്തായ ഞാൻ മാറ്റും.